ഹായ് വിഷു ഡോക്ടേഴ്സ്. റൂബിക്സ് ക്യൂബ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കുറേ പേരൊക്കെ ഇത് സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. നമ്മൾ ഈ റൂബിക്സ് ക്യൂബ് ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ റൂബിക്സ് ക്യൂബ് അല്ലെങ്കിൽ ഇതുപോലത്തെ മറ്റു പല ഗെയിംസ് ഒക്കെ നമ്മൾ കളിക്കുമ്പോൾ ഓരോ ലെവലായിട്ടാണ് പോവുക. അപ്പം ഈ റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്നതും അതുപോലാണല്ലേ. നമ്മളിങ്ങനെ കുറേ പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇത് ചെയ്ത് യുനോ ചിലപ്പോൾ കുറേ പ്രാവശ്യം നമ്മൾ ഫെയിലാവും, കിട്ടൂല. പിന്നെ നമുക്ക് ദേഷ്യം വരും, നമ്മളത് ഗിവ് അപ്പ് ചെയ്യും അല്ലെ. പിന്നെയും അത് പോയി നമ്മൾ തിരിച്ചെടുക്കും, പിന്നെയും കുറേ പ്രാവശ്യം ഇത് ചെയ്ത് നോക്കും. അങ്ങനെ ചെയ്ത് ചിലപ്പോൾ നമുക്ക് അത് സോൾവ് ചെയ്യുന്നതിൻ്റെ ആ ഫൈനൽ സ്റ്റെപ്പിൽ നിന്നും ഒരു ഒന്നോ രണ്ടോ സ്റ്റെപ്പ് അവേ ആയിരിക്കും നമ്മൾ. പക്ഷെ ചില സമയത്ത് നമ്മുടെ ദേഷ്യം കൊണ്ട് നമ്മളിത് വലിച്ചെറിഞ്ഞിട്ടൊക്കെ പോകും. എനിക്കത് പറ്റിയിട്ടുണ്ട് പല പ്രാവശ്യവും ഇത് ചെയ്യാൻ പറ്റാണ്ടേ, എന്തുകൊണ്ടാണെന്നുള്ളത്. പക്ഷേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് സോൾവ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മൾ നല്ലൊരു മെത്തേഡ് ലൈക്ക് ഒരു ആൽഗോരിതം പോലെ ആ സ്റ്റെപ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാം. പക്ഷേ എന്താ പ്രശ്നം, ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് അതറിയില്ല, ഇത് സോൾവ് ചെയ്യാനുള്ള അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട് എന്നുള്ളത് അറിയില്ല. പക്ഷേ ആ മെത്തേഡ് പഠിച്ച് സ്കിൽഫുള്ളി നമ്മളിത് ചെയ്തിട്ടുണ്ടെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് നമുക്കിത് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ലൈഫിലെ കുറേ കാര്യങ്ങളും ഇതുപോലെയാണ്. ഇപ്പം നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ഇനിയും ഒരു ട്രയലും കൂടി നീറ്റിന് കൊടുക്കാൻ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു അവേർഷൻ, ഈ ഒരു പേടി, അതൊക്കെ ഇറ്റ്സ് ലൈക്ക് പ്ലേയിങ് ദിസ് ഗെയിം ഓർ പ്ലേയിങ് എനി ഗെയിം. ആ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിലേക്ക് എത്താൻ ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ. പക്ഷേ അതിനുള്ളൊരു പ്രോപ്പർ ഗൈഡൻസോ അത് എങ്ങനെ എത്തണം നിങ്ങൾക്ക് അറിയില്ല, അത് ചെയ്യാൻ ആരും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ സ്റ്റക്കായി നിൽക്കുകയാണ്. സോ ആ ലൈഫ് ഇസ് ഓൾസോ ലൈക്ക് ലൈഫിലെ ഒരുപാട് കാര്യങ്ങളും ഇതേപോലെയാണ്. നമ്മുടെ ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കും എനിക്ക് തീർന്നു, എല്ലാം അവസാനിച്ചു, ഇങ്ങനെ എൻ്റെ ലൈഫ് എപ്പോഴും ഇങ്ങനെയാണ്, എല്ലാം കുളമാണ്, എല്ലാത്തിനും ഇങ്ങനെ തന്നെ, ഞാനൊരു ഫെയിലിയറാണ്. നമ്മൾ വിചാരിക്കുന്ന പല സമയത്തും ലൈഫ് സംടൈംസ് സർപ്രൈസസ്. കുറേ പ്രാവശ്യം കുറേ നല്ല കാര്യങ്ങൾ വരും നമ്മുടെ ലൈഫിൽ. ചിലപ്പം ഏതെങ്കിലും ആളുകളൊക്കെ വരും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കും, ഭയങ്കരമായ മാറ്റങ്ങൾ ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകും. സോ ഞാനെപ്പോഴും ഇങ്ങനെ കേട്ടിട്ടുള്ള ഒരു കോട്ടും, ഞാൻ എപ്പോഴും പല ഫേമസ് സെലിബ്രിറ്റീസ് ഒക്കെ പറഞ്ഞു കേട്ട ഒരു കോട്ടാണിത്. ഇഫ് എവറിത്തിങ് ഫീൽസ് പെർഫെക്റ്റ് ദെൻ ഇറ്റ് ഷുഡ് ബി ദി എൻഡ്, ആൻഡ് ഇഫ് എവറിത്തിങ് ഡസൻറ്റ് ഫീൽ പെർഫെക്റ്റ് ദെൻ ഇറ്റ്സ് നോട്ട് ദി എൻഡ്. അതായത് നമുക്ക് എല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ, എന്തൊക്കെയോ ഒരു ഇൻകംപ്ലീറ്റ്നെസ് എവിടെയൊക്കെ തോന്നുന്നുണ്ട്, ഇല്ല എനിക്ക് ഇനിയും ഒന്നും കൂടി ചെയ്യണം, എനിക്ക് ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, എന്നാൽ അത് ഒന്നിൻ്റെയും അവസാനമല്ല. മേ ബി ഇറ്റ്സ് എ ബിഗിനിങ് ഓഫ് സംതിങ് ബിഗർ. ഓക്കെ, എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നീറ്റിന് ഇനി പ്രിപ്പയർ ചെയ്യുന്നതിനോട് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു 5 റീസൺസ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്ത റീസൺ. ഒന്നാമത്തെ കാര്യം, ഈ എക്സാമിൻ്റെ ടഫ്നെസ് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഈ വർഷത്തെ നല്ല ടഫായതുകൊണ്ട് അടുത്ത വർഷവും അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്നു, അതുകൊണ്ടുള്ള പ്രശ്നം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഇനി ഈ പാറ്റേണിലൊക്കെ കുറച്ച് മാറ്റങ്ങളുണ്ട്, നല്ല ടഫ് പേപ്പറാണ്. അപ്പോൾ അതെങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു പ്രോപ്പർ ഗൈഡൻസ് ഇല്ല. ഏത് സ്റ്റഡി മെറ്റീരിയൽ ഫോളോ ചെയ്യണം, കാരണം NCERT മാത്രം പോരാ, കുറച്ചും കൂടി എക്സ്ട്രാ അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്യണം. അതിനുള്ള ഗൈഡൻസ് നിങ്ങൾക്കില്ല. മൂന്നാമത്തേത്, നിങ്ങളെ ബോദർ ചെയ്യുന്ന കാര്യം എന്താണ്, ഈ ഫീൽഡ് സാച്ചുറേറ്റഡ് ആണ്, MBBS ഇനി വേണ്ട, അല്ലെങ്കിൽ ഈ മെഡിക്കൽ ഫീൽഡ് വേണ്ട, വേറെ എന്തെങ്കിലുമൊക്കെ നോക്കാം, വേറെ ഒരുപാട് കോഴ്സസും ഓപ്ഷൻസും ഉണ്ടല്ലോ. ആ ഒരു ഫീലിംഗ്, ഇത് തന്നെ അല്ലല്ലോ, ഒരുപാട് കരിയർ ഓപ്ഷൻസ് ഉണ്ടല്ലോ, അപ്പം വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കാന്നുള്ള ഒരു ഫീലിംഗ്. നാലാമത്തേത്, ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ആണ്. ഇനിയും ഇതിനു വേണ്ടി പൈസ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കില്ല, ഫാമിലിയും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ലാസ്റ്റ് ആൻഡ് ഫൈനൽ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ, ലാക്ക് ഓഫ് മോട്ടീവ്. നോ മോട്ടീവ്, നോ ഇൻട്രസ്റ്റ്. എനിക്ക് വയ്യ, എനിക്ക് മടുത്തു, ഞാൻ ഇത്രയും വർഷം കഷ്ടപ്പെട്ടിട്ട് എനിക്കിത് റിസൾട്ട് തന്നില്ല, അതുകൊണ്ട് ഞാൻ ഇത് ഗിവ് അപ്പ് ചെയ്യാണ്, എനിക്ക് വയ്യ. സി, യുവർ നീറ്റ് ഈസ് യുവർ റൂബിക്സ് ക്യൂബ്. അതിൻ്റെ ഫ്യൂ സ്റ്റെപ്സ്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പിന് മുമ്പാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ആലോചിച്ച് കൂട്ടുന്ന ഈ റീസൺസ് ഒക്കെ ടുമോറോ ഇറ്റ്സ് ഗോയിങ് ടു ബി ദ റീസൺസ് ഫോർ യുവർ വിൻ, യുവർ വിക്ടറി. അപ്പോൾ നമുക്ക് ഈ റീസൺസിനെയൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഒന്നാമതായിട്ട് നിങ്ങൾ പറയുന്ന റീസൺ, എക്സാം ടഫായിരുന്നു, അടുത്ത വർഷത്തെ എക്സാം ഇത്രയും ടഫ് ആവണമെന്നില്ല, അറിയില്ലല്ലോ, അത് നടക്കാൻ പോകുന്ന ഒരു കാര്യമല്ലേ. നടക്കുന്നതിന് മുമ്പേ നമ്മളത് ആൻറ്റിസിപ്പേറ്റ് ചെയ്താലോ, ഭയങ്കര ടഫായിരിക്കും, ഇതിലും ടഫായിരിക്കും, അതുകൊണ്ട് എനിക്ക് കിട്ടില്ല. ഓക്കെ, നിങ്ങളെ തന്നെ അങ്ങ് ഡിമീൻ ചെയ്യലേടാ. നീറ്റ് ഓർ എനിത്തിങ്, ഒരു കാര്യത്തിലും ഇങ്ങനെ നിങ്ങളെ ഒന്നിനും കൊള്ളില്ല എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾ തന്നെ വരുത്തി വെക്കല്ലേ. അങ്ങനെ നമ്മൾ തന്നെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റിനുള്ളവർക്ക് നമ്മൾ ഒരു വില ഉണ്ടാവില്ല, നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ആർക്കും ഒരു വില ഉണ്ടാവില്ല. Okay, self-worth, self-esteem, that is very important. That have the feeling that you're valuable, your hard work is valuable.
നിങ്ങൾ എങ്ങനെ എത്ര മോശമായിട്ട് നിങ്ങൾ 2025 എഴുതിയെങ്കിലും അതാ ഒരു ദിവസത്തെ കാര്യമല്ലേ, ആ മെയ് 4-ാം തീയതിയിലത്തെ മാത്രം കാര്യമല്ലേ. കഴിഞ്ഞ അത്രയും മാസങ്ങൾ അപ്പോൾ നിങ്ങളിരുന്ന് പഠിച്ചതോ, ആ വർഷം മുഴുവൻ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള വർഷങ്ങളിൽ നിങ്ങൾ പഠിച്ച പഠിത്തോ, അതൊന്നും ഇല്ലാണ്ടാവുന്നില്ലല്ലോ. അപ്പോൾ ഡോണ്ട് ലൂസ് ഹോപ്പ് ആൻഡ് ഡോണ്ട് ഡീമീൻ യുവർ സെൽഫ് ലൈക്ക് ദാറ്റ്. ഒന്നിനും കൊള്ളില്ലാത്ത ഒരാളാണെന്ന് ഞാൻ അങ്ങനെ വിചാരിക്കല്ലേടാ. യു ആർ സോ വാല്യൂബിൾ. നിങ്ങളുടെ ഹാർഡ് വർക്കിന് വാല്യൂ ഉണ്ടടാ. അപ്പോൾ അത് വിചാരിക്കല്ലേ. ഞാൻ ഈ നീറ്റ് എന്നുള്ളൊരു ഇതിന് മാത്രമായിട്ട് പറയുന്നതല്ല. നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ട്, ഇനി ഒരു വിലയില്ലാന്ന് മക്കൾ കരുതല്ലേ. നിങ്ങൾ ഭയങ്കര പ്രഷ്യസ് ആണ്. ഓക്കെ. ഇനി രണ്ടാമത്തെ കാര്യം മക്കൾ പറയുന്നത് എന്താണ്, ഇനി ഗൈഡൻസിൻ്റെ കാര്യം. അതായത് മാറുന്ന പാറ്റേൺ അനുസരിച്ച് എങ്ങനെ പഠിക്കണം എന്ന് എനിക്കറിയില്ല. അപ്പോൾ എങ്ങനെ ക്വസ്റ്റ്യൻസ് പഠിക്കണം, NCERT വായിക്കണോ? കാരണം എനിക്ക് സിലബസ് ഒക്കെ നന്നായിട്ട് അറിയാം. പക്ഷേ NCERT ബേസ് ചെയ്ത് പഠിക്കണോ, ഔട്ട്സൈഡ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യണം എന്നുള്ള ഗൈഡൻസ് ഇല്ല. അതിനല്ലേ ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങളൊരു തീരുമാനം എടുത്തിട്ട് സമയം കളയാതെ, ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബാച്ചസിൽ ജോയിൻ ചെയ്യുക. ഇപ്പോൾ ധീരയിലാണെങ്കിൽ നമുക്ക് അടിപൊളി സ്റ്റഡി മെറ്റീരിയലൊക്കെ നമ്മൾ എല്ലാം മാറ്റുന്നുണ്ട്. അപ്പോൾ പിന്നെ മാറുന്ന ക്വസ്റ്റ്യൻസ് നമ്മുടെ ഇനി ഇങ്ങോട്ടുള്ള എക്സാമുകളിലൊക്കെ അത് ഐ ക്യാൻ പ്രോമിസ് യു, ഓൺലൈൻ ആവട്ടെ ഓഫ്ലൈൻ ആവട്ടെ, നമ്മൾ ഡിഫിക്കൽട്ടി ലെവൽ നല്ലതായിട്ട് മാറ്റിയിട്ടാണ് നമ്മുടെ എക്സാംസ് വരാൻ പോകുന്നത്. അപ്പോൾ ആ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും മക്കൾ ചെയ്യുന്നത്. ദാറ്റ് ഐ ക്യാൻ പ്രോമിസ് യു. ഓക്കെ. ഇനി നമ്മൾ പറയുന്ന മൂന്നാമത്തെ റീസൺ ആണ് നമ്മളുടെ എന്താ പറയുക, സ്കോപ്പ്. അതായത് ഈ ഒരു ഫീൽഡിന് സാച്ചുറേറ്റഡ് ആയി, മെഡിക്കൽ ഫീൽഡിന് അത്ര സ്കോപ്പൊന്നുമില്ല. ഓക്കെ, നിങ്ങൾ ഇത് വേണ്ട, എനിക്കിത് വേണ്ട, എനിക്ക് ഈ പ്രൊഫഷണൽ ഡിഗ്രി വേണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ എന്തെങ്കിലും കോഴ്സിന് പോകാമെന്ന് വിചാരിച്ചു. ഏതൊരു ഡിഗ്രി കോഴ്സ് നിങ്ങൾ എടുത്താലും 3 വർഷത്തെ അല്ലെങ്കിൽ 4 വർഷത്തെ കോഴ്സാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗ്രാജുവേറ്റിന് കിട്ടുന്ന ജോലിക്ക് ഏത് കോഴ്സ്, BSc കോഴ്സസ്, എനോർമസ് amount of courses are there, enormous amount of universities are there. I myself ഇതൊക്കെ പഠിച്ചു വന്ന ആളാണ്. ഞാനൊരു കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ്. I know the kind of courses, the kind of scope, each and every courses. വെറും ഒരു ഡിഗ്രി കൊണ്ട് മക്കൾക്ക് ഇന്നത്തെ കാലത്ത് ഈ ലോകത്ത് ഒരു ജോലി കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന ജോലിക്ക് അതേപോലെയുള്ള സാലറിയും അതേപോലെയുള്ള സ്റ്റെബിലിറ്റിയും ഉണ്ടാവും. അത് ഒന്നാമത്തെ കാര്യം. ഓക്കെ. പിന്നെ നിങ്ങൾ മിനിമം ഒരു മാസ്റ്റേഴ്സ്, അതായത് മിനിമം ഒരു MSc വരെയെങ്കിലും നിങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്കൊരു ബേസിക് നല്ലൊരു സാലറി എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ജോലി കിട്ടുള്ളൂ. ഇനി അത് കഴിഞ്ഞ് ഇനി കുറച്ചും കൂടി ഹയർ സാലറി ഒക്കെയാണ്, നല്ലൊരു ഇൻഡസ്ട്രിയിലേക്കാണ് നിങ്ങൾ കയറാൻ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു MPhil ടീച്ചിങ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ വേണം. PhD ഈസ് എ മസ്റ്റ്. അതേപോലെ അവിടെ ക്വാളിഫയിങ് എക്സാംസ് ആയിട്ടുള്ള UGC, CSIR, NET അങ്ങനെയുള്ള കുറേ എൻട്രൻസ് എക്സാമുകളുണ്ട്. അതിൽ നിങ്ങൾ പഠിക്കണം. അതിൻ്റെ സ്കോർ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ലെറ്റ്സ് സേ 5 years for your BSc, MSc and then another 5 to 7 years for your PhD. അപ്പോൾ ഒരു 11-12 വർഷം നിങ്ങൾ നന്നായിട്ട് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്കൊരു ഓക്കേഷ് പ്രൊഫഷനിൽ കയറാം. അത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എൻ്റെ കൂടെ റിസർച്ചൊക്കെ ചെയ്ത് ഇപ്പോൾ എലിലിലി പോലെയുള്ള വലിയ കമ്പനീസിൽ കയറുന്നവരുണ്ട്. പക്ഷെ അവിടെ എത്തിപ്പെടാൻ വേണ്ടി അവർ ചെയ്ത ഹാർഡ് വർക്ക് അത് ഞാൻ കണ്ടിട്ടുണ്ട്. എത്രയോ വർഷത്തെ റിസർച്ചിൻ്റെയും എത്രയോ വർഷത്തെ ട്രയലിൻ്റെയും ഭാഗം, എത്രയോ സ്ക്രീനിങ് പ്രൊസീജിയറിന് ശേഷമാണ് അവർക്ക് അങ്ങനെയുള്ള ലോകത്തിലെ തന്നെ ടോപ്പ് ഫാർമ കമ്പനീസിലൊക്കെ കയറാൻ പറ്റിയത്. വേറെ ആരും പറയാം. നിങ്ങളുടെ ചുറ്റും ഇപ്പോൾ ഒരുപാട് കോളേജസുകൾ, ഒരുപാട് പ്രൊമോഷൻസ് കൊണ്ടൊക്കെ വരുന്നുണ്ടാകും. BPharm പഠിക്കുക, ഇത് പഠിക്കുക, അത് പഠിക്കുക, ആ കോഴ്സ് പഠിക്കുക, വെറും 4 വർഷം കൊണ്ട് ജോലി കിട്ടും. പക്ഷേ ആ ജോലിക്ക് എത്ര സാലറി കിട്ടും, അതിന് എത്ര സ്റ്റെബിലിറ്റി ഉണ്ടാകും, അവിടെ നിങ്ങളുടെ വർക്കിംഗ് അവേഴ്സ് എന്തായിരിക്കും, നിങ്ങൾക്ക് അവിടെ നിങ്ങൾ എത്ര സേഫ് ആയിരിക്കും ആ ജോലിയിൽ, നിങ്ങൾ എത്ര സാറ്റിസ്ഫൈഡ് ആയിരിക്കും ആ ജോലിയിൽ, അതാർക്കും ഗ്യാരണ്ടി തരാൻ പറ്റില്ല. ഓക്കെ. അപ്പം അതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കാം. പിന്നെ അതുകൊണ്ട് മക്കൾ തീരുമാനം എടുക്കുമ്പോൾ, മറിച്ച് നിങ്ങളൊരു MBBS ഡിഗ്രി ചെയ്യാണ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും നിങ്ങളൊരു മെഡിക്കൽ ഡിഗ്രി അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുക്കുകയാണ്. യു ഡോണ്ട് ഹാവ് ടു ഗോ സെർച്ച് ഫോർ ഓപ്പർച്യൂണിറ്റീസ്. എയിംസിലെ ഒരു ഡോക്ടർ അല്ലെങ്കിൽ എയിംസിൽ നിന്ന് പാസ് ഔട്ട് ആയ ഒരു സ്റ്റുഡൻറ്റ് ആൻഡ് ഒരു IIT എന്നൊക്കെ പറയുന്നത് ഓപ്പർച്യൂണിറ്റീസ് കം ടു യു. ദേ ലുക്ക് ഫോർ കാൻഡിഡേറ്റ്സ് ലൈക്ക് ദാറ്റ്. ദേ ലുക്ക് ഫോർ ദ ടോപ്പ് ടാലൻറ്റ്. അപ്പോൾ ആ ഒരു വാല്യൂ നിങ്ങൾ 5 വർഷത്തിനുള്ള, അതായത് നിങ്ങളിപ്പം 17 years ആണെങ്കിൽ ഒരു 22-23 years ആകുമ്പോഴേക്കും നിങ്ങളൊരു ഡോക്ടറായി. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലുമൊക്കെ ഫീൽഡിൽ പോകണമെങ്കിൽ യു ഡിസൈഡ് ദെൻ വേറെ ഏതെങ്കിലും ഒക്കെ കോഴ്സ് തിരഞ്ഞെടുക്കണമെങ്കിൽ അപ്പം ചെയ്തോളൂ. പക്ഷേ ഈ കുറഞ്ഞ ഫീസിൽ, ഏറ്റവും കുറഞ്ഞ ഫീസിൽ 5000-ൽ താഴെയാണ് എയിംസിലെയൊക്കെ ആനുവൽ ഫീസ്. ആ കുറഞ്ഞ ഫീസ് പഠിച്ചുകൊണ്ട് AFMCയിലൊക്കെ ഫീസും അവിടുത്തെ ഫെസിലിറ്റീസൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ് അല്ലേ. എത്രയോ സ്കോളർഷിപ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് പഠിച്ച് ഇന്ത്യയിലെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ പഠിച്ച് ഇത്രയും വർഷം കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു കരിയർ സെറ്റാക്കിക്കൂടെ, നല്ലൊരു ജോബ് സെറ്റാക്കിക്കൂടെ. ഒരു വൺസ് എ ഡോക്ടർ ഫോർ എവർ എ ഡോക്ടർ അല്ലേ. ഒരു പ്രാവശ്യം ആ ഒരു ടാഗ് കിട്ടിയാൽ പിന്നെ അത് നിങ്ങളിൽ നിന്ന് പോകുന്നില്ലല്ലോ.
നിങ്ങൾക്കൊരു റിട്ടയർമെൻറ്റ് ഇല്ലാത്ത രീതിയിൽ എത്രയോ കാലം ആസ് ലോങ് ആസ് യുവർ ഹെൽത്ത് പെർമിറ്റ്സ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷനല്ലേ അത്. സോ തിങ്ക് ഓഫ് ദ ലോങ് ടേം ബെനിഫിറ്റ്സ് ബിഫോർ യു ജംപ് ഇൻ ടു എനി കൈൻഡ് ഓഫ് ഡിസിഷൻസ്. അത് പിന്നെ എനിക്ക് പറയാനുള്ള ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ആണ്. സൈലത്തിൻ്റെ ചാനൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം എത്രയോ വീഡിയോസാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത്. നിങ്ങളുടെ +2 മാർക്സ് വെച്ച് സ്കോളർഷിപ്സ് ഉണ്ട് മക്കളെ, നിങ്ങളുടെ നീറ്റ് സ്കോർ വെച്ച് സ്കോളർഷിപ്സ് ഉണ്ട്. അപ്പോൾ ഒരുപാട് സ്കോളർഷിപ്പ് ഞങ്ങൾ തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന മറ്റേത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതൊന്ന് മക്കൾ ആലോചിക്കുക, എന്നിട്ട് ഒരു തീരുമാനം എടുക്കുക. പിന്നെ ഞങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നത് ഏറ്റവും ടോപ്പ് മാർക്ക് മേടിച്ച് ഏറ്റവും ഫുൾ മാർക്ക് മേടിച്ച് ഇങ്ങോട്ടേക്ക് വരുന്ന ആളുകളെ അല്ല. യു ആർ ഫ്രം എനി കൈൻഡ് ഓഫ്, നിങ്ങൾ ടോപ്പർ ആണെങ്കിലും നിങ്ങൾ ആവറേജ് ആണെങ്കിലും ബിലോ ആവറേജ് ആണെങ്കിലും യു ആർ വെൽക്കം ടു സൈലം. വി ആർ ഹിയർ ടു ഹെൽപ്പ് യു. നിങ്ങൾക്കുള്ള എല്ലാ ഹെൽപ്പും സപ്പോർട്ടും തരാൻ ഞങ്ങൾ റെഡിയാണ്. ഓക്കെ. പിന്നെ ലാസ്റ്റത്തെ റീസൺ ആയിട്ടുള്ള മോട്ടീവ് എന്നുള്ള റീസൺ ഇല്ലേ, അതാണ് മിസ്സ് പറഞ്ഞ ഇത്. ഈ മോട്ടീവൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. നീറ്റ് 2025 തലേ ദിവസം വരെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. എന്നെക്കൊണ്ട് പറ്റും, ഞാൻ ക്ലിയർ ചെയ്യും, ഇപ്രാവശ്യം എൻ്റെതാണ്. പക്ഷേ ആ എക്സാം ടഫായി പോയി, എക്സാം ഡിഫിക്കൽട്ടായി എന്നുള്ള ആ ഒരു കാരണം കൊണ്ട് മാത്രം ഈ ഫൈനൽ സ്റ്റേജിൽ നിന്ന് നിങ്ങളെ തന്നെ സ്റ്റോപ്പ് ചെയ്യാണ്. ചിലപ്പോൾ യു ആർ ജസ്റ്റ് 1 സ്റ്റെപ്പ് or 2 steps away. ഓക്കെ, 2026 ഇതുപോലെ തന്നെ ആവണമെന്നില്ലല്ലോ, നടന്നിട്ടില്ലല്ലോ. അപ്പോൾ മാനിഫെസ്റ്റ് ഗുഡ് തിങ്സ്, ഡു തിങ്ക് ഓഫ് ഗുഡ് തിങ്സ് ദാറ്റ് ആർ ഗോയിങ് ടു ഹാപ്പൻ. ഇതൊക്കെ മക്കൾ ആലോചിച്ചിട്ട് ഒരു സൊല്യൂഷൻ എടുക്കുക. ഈ കാരണങ്ങളൊന്നും കൊണ്ട് നിങ്ങളുടെ ഡ്രീം ഗിവ് അപ്പ് ചെയ്യരുത് എന്ന് ഞാൻ സ്ട്രോങ്ലി പറയുന്നു. നോട്ട് ജസ്റ്റ് ആസ് എ ടീച്ചർ ബട്ട് ഓൾസോ ആസ് എ പേഴ്സൺ ഹൂ ഹാസ് ചേസ്ഡ് ഹെർ ഡ്രീംസ്. എനിക്ക് അത്രയ്ക്കും ആഗ്രഹമുണ്ടായിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്, ഞാൻ നിങ്ങളെപ്പോലുള്ള മക്കളെ പഠിപ്പിക്കുന്നത്. ബിക്കോസ് ഐ ഡ്രീംഡ് ഓഫ് ദിസ്. ഡോക്ടർ ശ്രുതി എന്ന് ഞാൻ എന്നെ തന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടർ എന്നുള്ളൊരു പ്രിഫിക്സ് എനിക്ക് കിട്ടാൻ ഞാൻ അത്രയും ആഗ്രഹിച്ചിട്ട് അത്രയും ഹാർഡ് വർക്ക് ഉണ്ടായിട്ടാണ്. അപ്പോൾ എനിക്കും ഇതേപോലെ എൻ്റെ ഡ്രീംസിനെ ഗിവ് അപ്പ് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, ബട്ട് ഐ ഡിഡ്ന്റ്. സോ ഐ ക്യാൻ വൗച്ച് ഫോർ ഇറ്റ് ചിൽഡ്രൻ, ഡോണ്ട് ഗിവ് അപ്പ് ഓൺ യുവർ ഡ്രീം. ആൻഡ് വൺസ് യു അച്ചീവ് ദാറ്റ്, നോ, ദാറ്റ് വിൽ സ്റ്റേ വിത്ത് യു ത്രൂ ഔട്ട് യുവർ ലൈഫ്. നിങ്ങൾ ഡോക്ടർ ആവണം നിങ്ങൾ ആഗ്രഹിച്ചിട്ട് നിങ്ങൾക്ക് ആ ടൈറ്റിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ലൈഫ് ലോങ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര ജോബ് സാറ്റിസ്ഫാക്ഷനും അതൊക്കെ കിട്ടും. ഓപ്പർച്യൂണിറ്റീസ് ആർ ദെയർ അറൗണ്ട്, ഇറ്റ് വിൽ കം ടു യു. ബട്ട് ഡോണ്ട് ജസ്റ്റ് ഗിവ് അപ്പ് റൈറ്റ് നൗ. വി ഡോണ്ട് ഹാവ് മച്ച് ടൈം ലെഫ്റ്റ്. പെട്ടെന്ന് തീരുമാനം എടുക്കുക. സൈലത്തിലെ കോഴ്സസിനെ കുറിച്ച് അറിയണമെങ്കിൽ, ധീരയുടെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മളെ വിളിക്കുക. നമ്പറൊക്കെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ധീര ബാച്ചസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, പതുക്കെ ബേസിക്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. നമുക്ക് അടിപൊളിയായിട്ട് ഇനിയും ഡീറ്റെയിൽ ആയിട്ട് ബേസിക്സ് മുതൽ പഠിക്കാം. നമുക്ക് വലിയ കോഴ്സ് ഫീസ് ഒന്നുമില്ല, പിന്നെ സ്കോളർഷിപ്സും ഉണ്ട്, നിങ്ങൾക്കറിയാം. അപ്പം ആ ഓപ്പർച്യൂണിറ്റീസൊക്കെ നല്ലപോലെ യൂസ് ചെയ്യുക. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക, സമയം വേസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. So I'll be expecting your call and waiting to see you all in the class, my future doctor. Good luck.